വന്നു പുഷ്പപാദുകം. ഹലോ ഹലോ സോമൻ സാറല്ലേ? ഹലോ, കുട്ടിക്ക് എന്നെ നമ്പർ എങ്ങനെ കിട്ടി? അത് ഞാൻ ജബ്ബാർക്കയോട് ചോദിച്ചു വാങ്ങിച്ചതാ. അത് നന്നായി. അതെന്നാ? അല്ലെങ്കിൽ ഓഫീസിലേക്ക് വിളിച്ചാലേ സണ്ണി എന്ന് പറഞ്ഞാൽ ഫോൺ എടുക്കും. അവൻ ആളത്ര പഠിപ്പല്ല. സാറിനപ്പോ ചെറിയ പൊസസീവ്നെസ് ഒക്കെ ഉണ്ടല്ലേ? പൊസസീവ്നെസ്സോ? എനിക്ക് കുട്ടിയുടെ പേര് കൂടി അറിഞ്ഞൂടെ പിന്നെ. സത്യം പറ, സാർ ഞാൻ വിളിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ലേ? ഇല്ല. ഏ? ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നുണയാവും. കുട്ടിയുടെ പേരെന്തായിരുന്നു? ശാലിനി. ശാലിനി. ബേബി ശാലിനിയാണോ? ബേബി ഇല്ലാത്ത ശാലിനി. മൂഞ്ഞ, ഇലചുരുട്ടിപ്പുഴു, ഇവ രണ്ടുമാണ് തെങ്ങിന്റെ ക്രൂര ശത്രുക്കൾ. അത് നെല്ലിന്റെ അല്ലേ സാറേ? അല്ല, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ തെങ്ങിന്റെയും ശത്രുവാകും. ആണോ? അതെ. സണ്ണി ചെല്ല്. ചെല്ലടോ. പറഞ്ഞോ. ചേട്ടൻ ഒരു മൊബൈൽ വാങ്ങിച്ചൂടെ? അതാവുമ്പോ എനിക്ക് എപ്പോ വേണേലും വിളിക്കാലോ. മൊബൈലൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ് ശാലിനി. അതിന് ഈ മൊബൈൽ തിന്നാനൊന്നും അല്ലല്ലോ സോമൻ ചേട്ടാ, വിളിക്കാനല്ലേ? നോക്ക് ശാലിനി, ഈ മൊബൈലൊക്കെ എൻ്റെ ആദർശത്തിനെതിരാണ്. ഞാൻ വേണമെങ്കിൽ വിശദമായിട്ട് ഒരു കത്ത് എഴുതാം. സോമൻ ചേട്ടൻ അവിടെ സാ മട്ടിലിരുന്ന് എഴുതിക്കോ. ഞാൻ നമ്മുടെ കാര്യം വീട്ടിൽ പറഞ്ഞു. ആണോ? എന്നിട്ടമ്മ ആനന്ദ തുന്തിലായോ? തുന്തില. കേട്ടപ്പോ അമ്മ ഒരൊറ്റ ആട്ടായിരുന്നു. അതെന്താ? ഒരു ദുശീലങ്ങളും ഇല്ലാത്ത, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന, ജൈവ ഭക്ഷണം കഴിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ ഞാൻ? ആ, അത് തന്നെ നാട്ടുകാരും പറയുന്നേ. ചേട്ടന് ചെറിയ വട്ടുണ്ടെന്ന്. വട്ടോ? ആര് പറഞ്ഞു? ആരാ പറയാത്തത്? പക്ഷെ എനിക്കാ വട്ടനെ ഇഷ്ടം. പിന്നെന്താ പ്രശ്നം? പിന്നെന്താ പ്രശ്നമെന്നോ? നമ്മുടെ കാര്യം അറിഞ്ഞപ്പോ തൊട്ട് അമ്മ കയറ് പൊട്ടിക്കാൻ തുടങ്ങിയതാ. എന്നിട്ടിപ്പോ അമ്മ പറയുക അമ്മാവന്റെ പരിചയത്തിൽ ആരോ എന്നെ പെണ്ണ് കാണാൻ അടുത്ത് തന്നെ വരുന്നുണ്ടെന്ന്. അതിനെന്താ വന്ന് കണ്ടിട്ട് പോട്ടെ. അങ്ങനെ ഇപ്പൊ വന്ന് കണ്ടിട്ട് പോണ്ട. എന്നെ കാണാൻ വരുന്ന ഒരേ ഒരാള് സോമൻ ചേട്ടനായിരിക്കണം. അമ്മ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കല്യാണം കഴിക്കണം. എന്റെ ദൈവമേ, എന്റെ മഞ്ഞൾ. എടാ, നീ കല്യാണം കഴിച്ചില്ലേ നിന്റെ ഒരാളുടെ ജീവിതമേ പാഴാകത്തുള്ളൂ. വെറുതെ എന്തിനാടാ ആ കൊച്ചിന്റെ ജീവിതം കൂടെ പാഴാക്കുന്നേ? ഓരോ അമ്മമാര് ഈ പ്രായത്തിലൊരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഒരു പ്രോത്സാഹനം തരാത്തൊരമ്മ. എടാ, നിന്നെ കിട്ടണമെങ്കിൽ സ്ത്രീധനം അങ്ങോട്ട് കൊടുക്കണം. ശ്രീധരല്ലേ ചേച്ചി? പുരുഷധനം എന്നതാ അമ്മയും മോനും കൂടി. സജി, അവന് കല്യാണം കഴിക്കണോന്ന്? കഴിക്കട്ടെ ചേച്ചി, അതിനെന്താ? ഏതാ പെണ്ണ്? ശാലിനി. പെണ്ണെങ്ങനെയുണ്ട്? ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. കിടക്കുന്നു. അല്ല, ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ഒക്കെ അത്യാവശ്യം ശ്രദ്ധിക്കുന്ന കുട്ടിയാണ് ശാലിനി. അതിനാര് കണ്ട്? അല്ല, എനിക്ക് സംസാരത്തിൽ അങ്ങനെ തോന്നി. സോമ, ഈ പ്രേമം എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഓട്ടോ പിടിച്ച് പോണ പോലെയാണ്. എവിടെ വേണമെങ്കിലും ഇറങ്ങാം. പക്ഷെ കല്യാണം അങ്ങനെയല്ല, വിമാനയാത്രയാണ്. ഇടയ്ക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. മരണക്കളിയാ, സൂക്ഷിച്ചു വേണം. വരുന്ന പെണ്ണിന്റെ വിധി. ഞാൻ രക്ഷപ്പെട്ടു. കേട്ടല്ല?